Hello friends, welcome back to my channel. ഇന്ന് ഈ വീഡിയോയിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഫയർ ഓൺ ദ മൗണ്ടൻ എന്ന വർക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അനിത ദേശയാണ് ഈ വർക്ക് എഴുതിയിരിക്കുന്നത് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1977. ഈ വർക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് വിൻഫ്രിഡ് ഹോൾപേ മെമ്മോറിയൽ പ്രൈസ് won ചെയ്തിട്ടുണ്ട് in 1978. Both the awards was received in 1978. ഈ ഒരു വർക്ക് was divided into three parts. നന്ദ കൗൾ at Carignano, Raka comes to Carignano, and Iladas leaves Carignano. Carignano G is silent because it is Italian word. Okay, what is Carignano? Carignano എന്ന് പറയുന്നത് നന്ദ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹൗസിന്റെ പേരാണ് Carignano. And this house is in a hilltop, okay, in Kasauli. Kasauli നമുക്കൊക്കെ അറിയാം, it is a tourist place. Okay, so let's move on to the first part. Nanda Kaul at Carignano. നന്ദ കൗൾ അവളുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുന്നതോ അതോ ആൾക്കാരുമായി സമ്പർക്കപ്പെടുന്നതോ ഒന്നും നന്ദ കൗളിന് ഇഷ്ടമല്ല. അവളുടെ വീട്ടില് അവളുടെ ആ ഒരു ഹിൽ ടോപ്പില് അവള് സ്വന്തമായി ജീവിക്കുന്ന ഒരു ലൈഫ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് നന്ദ കൗൾ. ഓക്കെ, ഷീ പ്രിഫേഴ്സ് സോളിറ്റ്യൂഡ്. ഷീ ലവ്സ് ടു ലിവ് ഇൻ ലോൺലിനെസ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് ടൈപ്പ് ആയിരുന്നു നന്ദ കൗൾ. ആൻഡ് വാട്ട് ഹാസ് ലെഡ് ടു ദിസ് ഐസൊലേഷൻ ഓർ വാട്ട് ഹാസ് ലെഡ് ടു ദിസ് സോളിറ്റ്യൂഡ് ഇസ് ദ ട്രോമാറ്റിക് ലൈഫ് ഷീ വാസ് ഹാവിംഗ് ആസ് എ ഹൗസ് വൈഫ്. ഓക്കെ, ഭയങ്കര ട്രോമ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നന്ദ കൗളിന്റേത് വെൻ ഷി വാസ് എ ഹൗസ് വൈഫ്. ഓക്കെ, നന്ദ കൗൾ വൈസ് ചാൻസലറിന്റെ വൈഫായിരുന്നു. ഓക്കെ, വൈസ് ചാൻസലറിന്റെ വൈഫ് ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് വീട്ടിലേക്ക് വരും. അവർക്കൊക്കെ അവള് ചായ ഉണ്ടാക്കണം. ആ ചായപാത്രങ്ങൾ ഒന്നോ രണ്ടോ ഒന്നും അല്ല അല്ലെ, കുറേ ചായപാത്രങ്ങളുടെ അതൊക്കെ അവള് ക്ലീൻ ചെയ്യണം. മദറിൻലോന് ഫീഡ് ചെയ്യണം, ഗ്രാൻഡ് ചിൽഡ്രൻസിനെ ഫീഡ് ചെയ്യണം, ആൻഡ് ക്ലീനിങ്, കുക്കിംഗ്, അവളുടെ ലൈഫ് ഇത് മാത്രമായിരുന്നു. ഓക്കെ, ദർ വാസ് നത്തിങ് ഔട്ട്സൈഡ് ദിസ്. ഓക്കെ, ആൻഡ് മോർ ഓവർ ഇതിനൊക്കെ പുറമെ her husband was having an extramarital affair with Mrs. Davidson. Okay, ഈ extramarital affair ഈ ഹസ്ബൻഡ് മരണം വരെ കൊണ്ട് നടന്നിരുന്നു. Okay, and that is so pathetic. Okay, നന്ദ കൗളിന്റെ ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം she said, discharge me, I have discharged all my duties, discharge. Okay, ഭയങ്കര പച്ചപ്പില്ലാത്ത മരുഭൂമി എന്ന ഒരു തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന് ഒരു ഓൾഡ് വിഡോന് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്നും എനിക്ക് പറ്റില്ല, എന്നെ വിരമിക്കൂ. ഓക്കെ, ജസ്റ്റ് ഡിസ്ചാർജ് മീ ഫ്രം എവറിത്തിങ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു നന്ദ കൗൾ കറന്റ്ലി ഉള്ള ഒരു, അതായത് ഐസൊലേഷനിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ ഒരു ട്രോമാറ്റിക് വേർഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പ്രസന്റ്. ഓക്കെ, ഒരു പോസ്റ്റ്മാൻ അറൈവ് ചെയ്യാണ്. ഈ പോസ്റ്റ്മാന്റെ അറൈവൽ പോലും നന്ദ കൗളിന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. കാരണം ഷീ ഡസൻ ലൈക്ക് എനിബഡി, ഈവൺ എ പോസ്റ്റ്മാൻ ടു കം ഓർ എൻ്റർ ടു ഹർ ഹൗസ്. ഓക്കെ, സോ നന്ദ കൗളിന്റെ കുക്ക് രാംലാൽ ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കുവാണ് നന്ദ കൗളിന്. ആ ലെറ്ററിന്റെ കണ്ടന്റ് എന്താണ്? ഇറ്റ് ഇസ് ഫ്രം ആശ. ഓക്കെ, നന്ദയുടെ മകളായിട്ടുള്ള ആശയിൽ നിന്നാണ് ആ ലെറ്റർ. ഓക്കെ, എന്തായിരുന്നു ആ ലെറ്ററിന്റെ കണ്ടന്റ്? റാക്ക, ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോക്ടർ ഇസ് കമ്മിങ് ടു സ്റ്റേ വിത്ത് ഹെർ ഫോർ സം ഡേയ്സ്. ഓക്കെ, റാക്ക അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോക്ടർ ആണ്, അവളുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വരികയാണ്. ഓക്കെ, ഹൗ ദിസ് റാക്ക ഇസ് ബിക്കമിങ് ദിസ് ഗ്രേറ്റ് ഡോക്ടർ ഓഫ് നന്ദ? നന്ദയുടെ ഡോക്ടറാണ് ആശ, ആശയുടെ ഡോക്ടറാണ് താര, ആൻഡ് താരയുടെ ഡോക്ടറാണ് റാക്ക. Okay, this is how Raka becomes the great granddaughter of Nanda. And another important character in this story is Iladas. Iladas നന്ദയുടെ ഒരു ഫ്രണ്ട് ആണ്. ഷീ ഈസ് എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഓക്കെ, ഇലാദാസ് വളരെ ഷോർട്ട് ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. ഫാമിലി ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 5 കുട്ടികളുടെ ഒരു വീട്ടിലാണ് ഇലാദാസ് ജനിച്ചത്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ആയിരുന്നു. ഓക്കെ, അത് ഈ 2 daughters were completely neglected by the parents, so that ഈ 3 ബ്രദേഴ്സ് കംപ്ലീറ്റ് മണി ഓഫ് ദ ഫാമിലി അവർ സ്പോയിൽ ചെയ്തു. ആൻഡ് ദിസ് ഹൗസ് ഹാസ് ബിക്കം ഇൻ എക്സ്ട്രീം പോവേർട്ടി. ഓക്കെ, ആ സമയത്ത് നന്ദയായിരുന്നു ഇലാദാസിന് സോഷ്യൽ വെൽഫെയർ ഓഫീസർ ആവാൻ വേണ്ടി സജസ്റ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് ഹാസ് ലെഡ് എ ചേഞ്ച് ഇൻ ഇലാദാസ് ലൈഫ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്. റാക്ക കംസ് ടു Carignano. ഓക്കെ, റാക്ക റിസീവ്സ് എ കോൾ വെൽക്കം ഫ്രം നന്ദ. നമ്മളൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു വാം വെൽക്കം അല്ലേ കൊടുക്കുക. Okay, so Raka has received a cold welcome from her grandmother. Okay, great grandmother. രാക്ക നന്ദയും മൈൻഡ് ചെയ്യുന്നില്ല, നന്ദ രാക്കയും മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്പേസിലാണ് അവര് ആ വീട്ടില്
താമസിക്കുന്നത്. ഓക്കെ. ആൻഡ് രാഖ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടീ ടൈമിൽ മാത്രമാണ് നന്ദയെ ജോയിൻ ചെയ്യുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഷീ ഇസ് മേർജിങ് ഇൻ ദ നേച്ചർ, ഷീ ഈസ് വാക്കിംഗ്, ഷീ ഈസ് ക്ലൈംബിംഗ് അപ്പ് ദ ഹിൽ ടോപ്പ്. ഓക്കെ, ഇതൊക്കെയാണ് രാഖയുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. രാഖ രാവിലെ തന്നെ ആകുമ്പോൾ അവൾ അവളുടേതായിട്ടുള്ള നേച്ചറുമായിട്ട് ആണ് അവൾ കംപ്ലീറ്റ്ലി എന്താ പറയാ കൂട്ടുകൂടുന്നത്. ഓക്കെ. സോ പക്ഷെങ്കിൽ ഈ രാഖയും നന്ദയും തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. അതായത് രാഖ ചൂസ് സോളിറ്റ്യൂഡ് ബൈ ചോയ്സ്. പക്ഷെ നന്ദ എങ്ങനെയാണ്, നന്ദ അവളുടെ സഫറിങ്സ് കാരണമാണ് സോളിറ്റ്യൂഡിലേക്ക് പോയത്. പക്ഷെ രാഖക്ക് എന്താണ്, ഇതാണ് അവളുടെ ചോയ്സ് അതാണ്. ഓക്കെ, ഷീ ലൈക്സ് ടു ലിവ് ലൈക്ക് ദാറ്റ്. ഓക്കെ. സോ പക്ഷെങ്കില് കുറെ കഴിഞ്ഞപ്പോ ഈ നന്ദക്ക് രാഖയെ മിസ് ചെയ്യാൻ തുടങ്ങി. അതായത് രാഖ അവളുടെ അടുത്തില്ലെങ്കിൽ നന്ദക്ക് രാഖയെ മിസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻസ്. ഓക്കെ, വി ഓൾ ഹാവ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ. സോ നമ്മളൊക്കെ സെന്റിമെന്റിലാണ്, നമ്മളൊക്കെ എത്ര കഠിന ഹൃദയം എന്ന് പറഞ്ഞാലും ചിലപ്പോ നമ്മൾ ഒരാളുടെ ഒരു ചിരിയിലോ ഒരാളുടെ ഒരു ഇതിലോ നമ്മളൊക്കെ ഇല്ലാതായി അലിഞ്ഞില്ലാതാവും. അതുപോലെ തന്നെ രാഖയ്ക്ക് നന്ദ ഇവിടെ വരുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെങ്കിൽ അവളുമായിട്ടുള്ള എന്താ പറയാ, അവളുടെ ആ വീട്ടിൽ അവളുമായിട്ട് സ്പേസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അവൾ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നന്ദക്ക് രാഖയെ മിസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് നന്ദ ഒരു ദിവസം രാഖയോട് പറയാണ് ലെറ്റ്സ് മേക്ക് എ വാക്ക് ഇൻ ദ ഹിൽ ടോപ്പ്. ഓക്കെ. പക്ഷെ രാഖക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ ലൈക്സ് ടു എക്സ്പ്ലോർ ദ നേച്ചർ ഹെർ സെൽഫ്. ഓക്കെ. ആൻഡ് നന്ദ സജസ്റ്റിംഗ് രാഖ, ഓക്കെ, നന്ദയുടെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കാനും അവിടെ ഒരു സ്കൂളിൽ എൻറോൾ ചെയ്യാനും, കസൗലിയിലുള്ള ഒരു സ്കൂളിൽ അവളവിടെ എൻറോൾ ചെയ്യാനും പറയാണ്. പക്ഷെങ്കിൽ രാഖ ഈ ഐഡിയ റിജക്ട് ചെയ്യാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഖ പറയാണ് എന്തിനാണ് സ്കൂളിലൊക്കെ പഠിക്കുന്നത്, അവൾക്ക് ഈ നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സ്വയം പഠിക്കാനാണ് രാഖക്ക് ഇഷ്ടം. ഓക്കെ. ആൻഡ് രാഖ ഒരു ദിവസം എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി, ഓക്കെ, രാഖ സ്നീക്സ് ടു കസൗലി ക്ലബ്. ഓക്കെ, അവിടെയുള്ള ഒരു ക്ലബാണ്. അവിടുത്തെ ഷി വാസ് ഷോക്ക്ഡ് ബൈ ദ ബ്രൈറ്റ് ലൈറ്റ്സ് ആൻഡ് ഡ്രങ്ക് അറ്റ്മോസ്ഫിയർ. ആൻഡ് രാഖക്ക് അവിടുത്തെ ബ്രൈറ്റ് ലൈറ്റ്സും ഡ്രങ്കൺ അറ്റ്മോസ്ഫിയർ ഒക്കെ അവളുടെ പാസ്റ്റിലേക്ക് അവളെ കൊണ്ടുപോയി. അതായത് അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ സ്ഥിരമായിട്ട് അബ്യൂസ് ചെയ്യുമായിരുന്നു. He was a drunk person and he used to beat her mother brutally. Okay, അങ്ങനെ she leaves the party as soon as she got this memories. Okay, she leaves the party and she sees a fire on a distance. Okay, it is a forest fire. ഓക്കെ. അങ്ങനെ നന്ദക്ക് എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഒരു ലെറ്റർ റിസീവ് ചെയ്യാണ്. ഇറ്റ് ഇസ് ഫ്രം താര. ഓക്കെ, രാഖാന്റെ മദർ ആണ് താര. അതായത് താര ഇസ് ഹാവിംഗ് എ നെർവസ് ബ്രേക്ക് ഡൗൺ ഇൻ ജനീവ. ഓക്കെ, ഈ താര എന്ത് ചെയ്ത് അവളുടെ ഹസ്ബൻഡുമായിട്ട് കോപ്പൊക്കെയാണ് ജനീവയിൽ പോയത്. പക്ഷെ അവിടുന്ന് എന്താണ്, ഇറ്റ് വാസ് നോട്ട് ഫൈൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, രാഖ ഇപ്പൊ അടുത്തൊന്നും താര തിരിച്ചു വിളിക്കൂല. നന്ദയുടെ ആഗ്രഹം എന്തായിരുന്നു, അതുകൊണ്ട് രാഖ ഇവിടെ പോകണ്ടെന്നാണ്. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് എന്തായാലും താര രാഖയെ തിരിച്ചു വിളിക്കില്ല. ഓക്കെ. ആൻഡ് നന്ദ എന്ത് ചെയ്യാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും രാഖയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നന്ദ എന്ത് ചെയ്യാൻ തുടങ്ങി, ഷി സ്റ്റാർട്ട് ഫാബ്രിക്കേറ്റിംഗ് സ്റ്റോറീസ്. ഒരു ബന്ധമില്ലാത്ത പല ഇൻറിലേറ്റഡ് ആയിട്ടുള്ള ഫാന്റസി നിറഞ്ഞിട്ടുള്ള കഥകളൊക്കെ രാഖയോട് പറയാൻ തുടങ്ങി. അതായത് നന്ദ പണ്ട് ഉണ്ടായിരുന്ന വീട്ടിന്റെ പുറകിൽ ഒരു സൂ ഉണ്ടായിരുന്നു. അതായത് അവളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഫാന്റസി ഓർ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ രാഖ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ. ആൻഡ് ദിസ് നന്ദ ഈസ് ക്രേവിംഗ് ഫോർ ഹെർ അറ്റൻഷൻ ആൻഡ് രാഖ ഈസ് സെയിങ് ഇങ്ങനെയൊക്കെ ഒരു സൂ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് മദർ എന്തിനാണ് ആ വീട് വിട്ട് ഇവിടെ വന്നത് എന്നൊക്കെ രാഖ പറയാണ്. ഓക്കെ, ജസ്റ്റ് രാഖ ഇസ് ജസ്റ്റ് ഇഗ്നോറിംഗ് ഹെർ. Okay, so this is the second part. Now let's move on to the third part. Third part എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലാദാസ് ലീവ് കരിഗ്നാനോ. Okay, Iladas Karignano leave ചെയ്യാണ്. Okay, we can see how she is leaving. Okay, and this Iladas is visiting Nanda one day, and ഇവർ മൂന്നുപേരും നന്ദയും രാഖയും ഇലാദാസും കൂടി ഒരുമിച്ച് ടീ കുടിക്കുവാണ്. ആ സമയത്ത് ഇലാദാസിന്റെ ഒക്കെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ രാഖയ്ക്ക് ഇതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അവൾക്ക് ബാക്കിയുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടോ ഇങ്ങനത്തെ കഥകളൊന്നും കേൾക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എന്തിനാണ് ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് അവൾക്ക്. ഓക്കെ, അങ്ങനെ എന്താണ് എന്ത് ചെയ്യുന്നു, അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ബസാറിലേക്ക് ഇങ്ങനെ നടക്കുവാണ്. ഓക്കെ, ആൻഡ് രാഖ എന്ത് ചെയ്യാണ്, ഈ കുക്കിന്റെ കൈമിൽ നിന്ന് രാമലാലിന്റെ കയ്യിൽ നിന്ന് മാച്ച് സ്റ്റിക്ക് മോഷ്ടിച്ചിട്ട് അവൾ അതും എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ആൻഡ് ഇല പോകുന്ന വഴിക്ക് ഇല വാസ് അറ്റാക്ട്, റേപ്ഡ് ആൻഡ് ബ്രൂച്വലി മർഡേർഡ് ബൈ എ മാൻ നെയിം പ്രീത് സിംഗ്. പ്രീത് സിംഗ് അയാളുടെ യങ്ങസ്റ്റ് ഡോക്ടറിനെ തന്നെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് ഇല
ആയിരുന്നു. കാരണം ഇള വാസ് എ സോഷ്യൽ വെൽഫെയർ ഓഫീസർ. അതിന്റെ പ്രതികാരത്തിന് ആളാണ് ഈ പ്രീത് സിംഗ് ഓക്കെ ഇളയെ കൊല്ലുന്നത്. ഓക്കെ ആൻഡ് നന്ദ വാസ് കോൾ ടു ഐഡന്റിഫൈ ഹെർ ബോഡി. ഓക്കെ ഇളയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദയാണ് വിളിച്ചത്. ആൻഡ് നന്ദ ഇസ് സേയിങ് നോ ഇറ്റ്സ് എ ലൈഫ്, ഇറ്റ് കനോട്ട് ബി, ഇള വാസ് നോട്ട് റേപ്പ് നോട്ട് ഡെഡ്, ഇറ്റ് വാസ് ഓൾ എ ലൈ. നന്ദക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇല മരിച്ചു എന്നുള്ളത്. ഈ ഒരു കാര്യം കേൾക്കുമ്പോഴാണ് രാക്ക ഇസ് എൻട്രിങ് ടു ദ റൂം ആൻഡ് ഷീസ് saying to Nanda that look out of the window Nanny, look Nanny, I have set the forest on fire. റാക്ക എന്താണ് വിചാരിക്കുന്നത്, അവളാണ് ഫോറസ്റ്റിന് ഫയർ സെറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഒരു മാച്ച് സ്റ്റിക്ക് കാരണം അവള് മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് പോയായിരുന്നു അല്ലെ നേരത്തെ കുക്കിന്റെ കയ്യിൽ നിന്ന്. ഒരു മാച്ച് സ്റ്റിക്കിനൊന്നും ഫോറസ്റ്റിന്റെ ഫയർ സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് എ ഫോറസ്റ്റ് ഫയർ. ഓക്കെ ഇങ്ങനെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. Okay, the smoke of the fire has been becoming a cloud. Okay, and എന്താണ് ഈ ഫയറിനെ സൂചിപ്പിക്കുന്നത്? അതായത് നന്ദയുടെ ഉള്ളില് സപ്രസ് ആയിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് ഈ ഇളാദാസിന്റെ മരണ വാർത്തയിലൂടെ അത് എന്താ പറയാ എവേക്ക് ചെയ്യാണ്. ഓക്കെ ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് നമ്മൾ എപ്പോഴും എന്താ പറയാ ലൈഫ് ഇസ് നോട്ട് മെന്റ് ടു എസ്കേപ്പ് റിയാലിറ്റി. ജീവിതം റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടേണ്ടതല്ല, ബട്ട് ടു ഫേസ് ഇറ്റ്. This fire will destroy a world where a woman cannot hope to be happy naturally. Okay, ഇതൊക്കെയാണ് ആ ഫയറിനെ സിംബോളൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. Okay, so this is about Anita Desai's The Fire on the Mountain. Okay, so hope you'll understand this video. Let's come with another video next time. Okay, thank you.